ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിദ്ദിഖിന് റേപ്പ് കേസ് ഉണ്ടായി. അപ്പോൾ ബാക്കിയുള്ള നടന്മാരെ സംബന്ധിച്ചോടും, അതായത് ഉന്നയിക്കപ്പെട്ട ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ നടന്മാരെ സംബന്ധിച്ചോളും സിദ്ദിഖിന്റെ കേസ് ഇച്ചിരി കൂടെ കട്ടിയുള്ള കേസ് കിട്ടാം. കാര്യം എന്താ വെച്ചാൽ സിദ്ദിഖിന്റെ കേസ് റേപ്പ് കേസാണ്. അപ്പം നമ്മളെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആദ്യം ഹേമ കമ്മീഷൻ ആയിരുന്നു. അപ്പൊ കമ്മീഷൻ ആയിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ജുഡീഷ്യറി പവർ ഉണ്ടായേനെ. അപ്പൊ അങ്ങനെ ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കത്തില്ല. എല്ലാവരെയും തൂക്കിയെടുത്ത് ആദ്യമേ ജയിലിലിടുക, പിടിക്കുക, അറസ്റ്റ് ചെയ്യുക. പക്ഷേ അത് ഒഴിവാക്കാൻ വേണ്ടി അതിവിദഗ്ധമായിട്ട് അത് കമ്മിറ്റിയാക്കി. ഈ കമ്മിറ്റി ആക്കുമ്പോഴത്തേക്കിന് 4 വർഷം കൊണ്ടാണ് ഇത് ഭയങ്കര തീവ്രമായ അടിയൊഴുക്ക് നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കമ്മീഷൻ കമ്മിറ്റിയാക്കുന്നത്. അതിനകത്ത് പ്രമുഖ നടന്മാര്, മലയാള സിനിമയുടെ ചങ്കും മത്തങ്ങയുമായിട്ടുള്ള 2 മുതിർന്ന നടന്മാരെ പങ്ക് പ്രധാനമാണ്. അവരെ അതിൽ നിന്ന് ഒഴിവാക്കി കാണാം. പക്ഷെ സിദ്ദിഖിനെ സംബന്ധിച്ചോളം 8 വർഷം കൊണ്ട് നടന്ന ഒരു കേസാണ് ഈ അലിഗേഷൻസ്. അപ്പോൾ കേരള ഗവൺമെന്റ് ഭയങ്കര എതിരായിരുന്നു. സുപ്രീം ഹൈക്കോടതി, കേരള ഹൈക്കോടതി പുള്ളിക്ക് ജാമ്യം അനുവദിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഇത്രയും നാളും മുങ്ങി നടന്നു എന്ന് പറഞ്ഞാൽ കേരള പോലീസിനെ വെട്ടി നടക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഴിവുള്ള ഒരാളായിരിക്കണം. അല്ലാത്ത സുകുമാരക്കുറുപ്പിനെ പോലെ, അല്ലാത്ത പക്ഷം കേരള പോലീസിന്റെ പോക്കറ്റിൽ ഉള്ള ഒരു വ്യക്തിയായിരിക്കണം. അപ്പം ഈ സിദ്ദിഖിനെ സംബന്ധിച്ചുള്ള സിദ്ദിഖ് സുകുമാരക്കുറുപ്പൊന്നുമല്ല. അപ്പം രണ്ടാം പറഞ്ഞ ആളാണ്. കേരള പോലീസ് പുള്ളിയുടെ കയ്യാളായിട്ട് നിൽക്കുന്ന അടിസ്ഥാനത്തിൽ പുള്ളി അറസ്റ്റ് ചെയ്തില്ല. പുള്ളിയുടെ കേസ് സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി 2 ആഴ്ചത്തേന് അറസ്റ്റിൽ നിന്നും ഒരു മോചനം പുള്ളിക്കാരന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ റേപ്പ് കേസിനെ സംബന്ധിച്ചോളം ഇതിന്റെ ഒരു തെളിവിന്റെ അടിസ്ഥാനമാണ്. റേപ്പ് കേസിനെ സംബന്ധിച്ചോളം തെളിവ് വേണം. തെളിവെന്ന് പറഞ്ഞാൽ ഫോറൻസിക് എവിഡൻസ് ഉണ്ടായിരിക്കണം, ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ടായിരിക്കണം, പോലീസ് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, കോർട്ട് സ്റ്റേറ്റ്മെന്റ്, പ്രിപ്പറ്റേറ്ററി എവിഡൻസ്, അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ചോളം 8 വർഷം കൊണ്ട് ഈ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഇപ്പോ ഫോറൻസിക് എവിഡൻസ് കിട്ടത്തില്ല, 8 വർഷം കൊണ്ട് കിട്ടത്തില്ലെന്ന് വെക്കാം. പക്ഷേ ഡോക്യുമെന്ററി എവിഡൻസ് ആയിട്ട് ഈ കുട്ടിക്ക് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ മാനസിക പിരിമുറുക്കം ഉണ്ടാകാം, പേടി ഉണ്ടാകാം, ആൻസൈറ്റി ഉണ്ടാകാം. അപ്പോൾ എന്താ പറ്റുക? ഒരു സൈക്കാട്രിക് കൺസൾട്ടേഷൻ നടത്തുക, അല്ലെ ഒരു മുറിവോ ചതവോ ഒടിവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മെഡിക്കൽ റെക്കോർഡ്സ് കാണാം. അപ്പൊ ഈ രണ്ടയിൽ പിന്നെ എന്താ പറയുക, CCTV സർവൈലൻസ് കാണാം. പക്ഷെ 8 വർഷം കൊണ്ട് ഇതൊന്നും CCTV സർവൈലൻസ് പറ്റത്തില്ല. പക്ഷേ ഈ മെഡിക്കൽ ഡോക്യുമെന്റ്സോ സൈക്കാട്രിക് കൺസൾട്ടേഷനോ എന്തെങ്കിലും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഈ ഫോൺ റെക്കോർഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കേസിനൊരു ബലം കിട്ടിയേനെ. സുപ്രീം കോടതി പോയാലും പുള്ളിക്ക് രക്ഷയുണ്ടാകത്തില്ല. അത് പക്ഷെങ്കിൽ ഈ ഡോക്യുമെന്ററി എവിഡൻസിനകത്ത് ഈ കുട്ടിക്ക് അങ്ങനെ ഒന്നും സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താ പറ്റിയേ? 2 ആഴ്ചത്തേന് സിദ്ദിഖായെ സുപ്രീം കോടതി രക്ഷിച്ചു. ഇനിയിപ്പോൾ 2 ആഴ്ച കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇത് പൂജ ഹോളിഡേയ്സ് വരുന്നു. സിദ്ദിഖായ്ക്ക് അനുകൂലമായ കേരള പോലീസ് അതിനെ തള്ളിയുന്തി കൊണ്ടുപോവാം. ഇപ്പം വരാൻ പോകുന്ന കാര്യം എന്താ വെച്ചാൽ, ഇതെല്ലാം കഴിഞ്ഞിട്ട് സിദ്ദിഖായെ വിളിക്കും, ഒരു അന്വേഷണം വെക്കും, അല്ലെങ്കിൽ ചെറിയൊരു അറസ്റ്റ് നടത്തും. എന്തൊക്കെയായാലും ആ ഹേമ കമ്മിറ്റിയുടെ അടിസ്ഥാനപ്പെട്ട് സിദ്ദിഖ് എന്ന വ്യക്തിയുടെ പ്രധാന കഥാപാത്രം എന്ന രീതിയിൽ കണ്ട് വന്ന സിദ്ദിഖ് എന്ന വ്യക്തിയുടെ ഒരു കഥയിലെ ഒരു അവസാനം ഉണ്ടാകാൻ ഉള്ള ഒരു ചാൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ ടോട്ടലി പറഞ്ഞു വരുവാണെങ്കിൽ വിക്ടിമിന് ഒരു സാധ്യതയും കാണത്തില്ല. അപ്പം എന്താ പറ്റുക? ദുഷ്ടനെ പന പോലെ വളർത്തുക എന്ന് പറഞ്ഞുകൂട്ട് പല ക്യാരക്ടർ റോളും സുഗമമായിട്ട് ചെയ്ത് ഇനിയും വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം, ഒരു പക്ഷെങ്കിൽ ചിലപ്പം കേരള സ്റ്റേറ്റ് അവാർഡ് വരെ മേടിക്കാൻ നമ്മുടെ സിദ്ദിഖായ്ക്ക് ഒരു ചാൻസ് ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്.